ഇതിന് പിന്നിൽ ഒരു ലാർജർ പ്ലോട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തുറന്നു പറയുന്നതിന് പിന്നിൽ പറഞ്ഞിരിക്കുന്നത് ഈ 24 ചാനലിലെ ഹാഷ്മി ടാജ് ഇബ്രാഹിം എന്ന ആങ്കർ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖ സംഭാഷണം വൈറലായി. ഏതാണ്ട് കേരളം ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം ഏതാണ്ട് പൂർണ്ണമായി കേരളം സ്തംഭിപ്പിച്ചുകൊണ്ട് തന്നെ ഈ വാർത്തയാണ്, ഈ വാചകങ്ങളാണ് കേരളം കേട്ടത്. അനേക വാർത്തകൾ ഉണ്ടായിരുന്നപ്പോൾ ഇതിന് സ്വല്പം പ്രാമുഖ്യം ലഭിച്ചു എന്നത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യം കേരളത്തിന് വൈകാരിക അനുഭവമാണ്. ഇത് കേരളത്തിനെ ആകമാനം മാറ്റിമറിക്കുന്ന ഒരു സംഭവമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സംഭവം. അതിൻ്റെ മെറിറ്റ് ഓഫ് ദ ഇഷ്യൂവിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, വാട്ട് ഡസ് രാഹുൽ സേ? ഇതുവരെ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ ഭാഗം ഇതുവരെ പറഞ്ഞിട്ടില്ലായിരുന്നു. തൻ്റെ ഭാഗം പറഞ്ഞു തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതിൻ്റെ ആദ്യ ഭാഗമായി അദ്ദേഹം ഒന്നൊന്നായി ഡിഫെൻഡ് ചെയ്യുകയാണ്. എത്രത്തോളം തന്നെ കുരുക്കാനായി ഈ സ്ത്രീകൾ ഒരുപക്ഷെ ബാഹ്യ പ്രേരണ കൊണ്ടാവാം. അതിൽ വളരെ ശ്രദ്ധേയമായ കാര്യം, കോൺഗ്രസ് പാർട്ടിയെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്.